പഠനവൈകല്യമുണ്ടെന്ന് പറഞ്ഞ രക്ഷിതാക്കൾ ഒരുപാട് കൗൺസിലിംഗ് ഒക്കെ കൊടുത്തൊരു കുട്ടി. പക്ഷേ അവൻ്റെ വഴി, അവൻ്റെ കഴിവ് അതെന്തിലാണെന്ന് അവൻ കൃത്യമായി തിരിച്ചറിഞ്ഞു. ഇന്നവൻ നേടിയെടുത്തത് അമേരിക്കയിലെ ജോർജ് മേഴ്സൺ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള 10 ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പാണ്. തീസിസ് ആക്ച്വലി എന്തിനെ പറ്റിയിട്ടുള്ളതായിരുന്നു? അത് ഞാൻ 4 എഴുതിയാണ്. ഫസ്റ്റത്തത് ക്വാണ്ടം റിലേറ്റിവിറ്റി എന്ന് പറഞ്ഞ പേപ്പറായിരുന്നു. പിന്നെ ഹാബേലിയൻ ബൗണ്ടറി എന്ന് പറഞ്ഞ വേറൊരു പേപ്പറായിരുന്നു. പിന്നെ സൂപ്പർ ബോസോണിക് സ്ട്രിങ് തിയറി എന്ന് പറഞ്ഞ വേറൊരു പേപ്പറായിരുന്നു. പിന്നെ ഇപ്പോൾ ഉള്ള മാറ്റർ ആൽക്കമി തിയറമാണ് ഈ യൂണിവേഴ്സിറ്റി അക്സെപ്റ്റ് ചെയ്തത്. ഫസ്റ്റ് ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാവും, അതിൻ്റെ ശേഷം ഒരു ഇൻ്റർവ്യൂ സെറ്റപ്പ് ചെയ്യും. ഇൻ്റർവ്യൂവിൻ്റെ ശേഷം നമ്മളെ ഇഷ്ടപ്പെട്ടാൽ മാത്രമാണ് ഒരു ഈ ഗ്രാൻഡ് തരിക. RXIV എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്, അതിലാണ് മോഡേൺ ഫിസിക്സ് മൊത്തം പബ്ലിഷ് ചെയ്യല്. അപ്പോൾ അവിടെയാണ് പ്രീ പ്രിൻ്റ് ഒക്കെ വായിക്കാൻ പറ്റുക. അപ്പോൾ ഞാൻ അത് നോക്കിയിട്ട് റെഫറൻസ് നോക്കിയിട്ട് ആണ് ചെയ്യല്. ഇനി ഡൗട്ട്സ് ഒക്കെ വരുമ്പോൾ അതെങ്ങനെ ക്ലിയർ ചെയ്ത് പോയിരുന്നത്? ഡൗട്ട്സ് ഒക്കെ വരുമ്പോൾ ഞാൻ 10-20 ആപ്സ് തുറന്നിട്ട് ഞാൻ ചോദിക്കും. എന്നിട്ട് അതൊക്കെ കൂടി നോട്ട്ബുക്കിൽ എഴുതിയിട്ട് അത് കമ്പയർ ചെയ്യും. തീസിസ് പ്രസന്റ് ചെയ്യണം എന്നുള്ള തോട്ടൊക്കെ വരുന്നത് എങ്ങനെയാണ്? ആലോചിച്ചിട്ട് പെട്ടെന്നൊരു മൂവി മൊമെൻ്റ് ഒന്നും ഇല്ലായിരുന്നു. കുറേ കാലത്തിൻ്റെ ശേഷമുള്ളൊരു സംഭവമാണ്. ഏത് മൊമെൻറ്റിലാണ് അത് ഇങ്ങനെ ഫിസിക്സ് എന്ന പിന്നെ ഒന്ന് നോക്കിയേക്കാം, ഒരു കൈ നോക്കിയേക്കാം, എനിക്കറിയാം അല്ലെങ്കിൽ എനിക്ക് ഇതിനോട് താല്പര്യമുണ്ടെന്ന് തിരിച്ചറിയുന്നൊരു മൊമെൻറ്റ് ഉണ്ടായിരുന്നു അങ്ങനെ? അത് ഐൻസ്റ്റൈൻ്റെ റിലേറ്റിവിറ്റി വായിച്ചതിൻ്റെ ശേഷമാണ് അങ്ങനെ ഒരു മൊമെൻ്റ് വന്നത്. കാരണം ഐൻസ്റ്റൈൻ 1905 പാറ്റന്റ് ക്ലർക്ക് കഴിഞ്ഞു. അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രി മാത്രമല്ല, PhD കൂടി ഇല്ലായിരുന്നു. അദ്ദേഹം ഒറ്റയ്ക്ക് ഇരുന്നിട്ടാണ് റിലേറ്റിവിറ്റി ചെയ്തത്. പാറ്റന്റ് ക്ലർക്കായിട്ട് റിലേറ്റിവിറ്റി ചെയ്തിരുന്നത്. ആൽബർട്ട് ഐൻസ്റ്റീനെ പോലെയൊക്കെ വലിയൊരു സയൻറ്റിസ്റ്റ് ആവണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടോ? ഫിസിസിസ്റ്റ് ആവാൻ ആഗ്രഹമുണ്ട്. ബ്ലാക്ക് ഹോളാണ് സബ്മിറ്റ് ചെയ്ത തീസിസ് എന്ന് പറഞ്ഞു. അതെങ്ങനെയാണ് ആ ഒരു സംഭവത്തിലേക്ക്, അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള എക്സ്പ്ലനേഷൻ എന്താ? ഫസ്റ്റ് ഐഡിയ കിട്ടിയത് ഒരു വാട്ടർ ബോട്ടിലിൻ്റെ വെള്ളം കുടിക്കുമ്പോഴേക്കും ഞാൻ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ തൊണ്ടയിൽ ഐസ് കുടുങ്ങി. അപ്പോൾ ഒരു തോട്ട് വന്ന്, ഒരു വാട്ടർ ബോട്ടിൽ അതിൽ ഐസ് നമ്മളിട്ട് മെൽട്ടാവാത്ത ഐസല്ലേ, എന്നിട്ട് നമ്മളതിൽ വെള്ളം പിന്നെ നിറച്ച്, പിന്നെ നമ്മൾ ആ ബോട്ടിൽ സീലാക്കി, അതിൽ നിന്ന് വെള്ളം വരില്ല ഇനി, എന്നിട്ട് ആ ഐസ് മെൽട്ടാകുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളൊരു തോട്ടാണ് വൈറ്റ് ഹോളിനെ കുറച്ച് വന്നത്. ഇവരുടെ അടുത്ത് പാരൻസിൻ്റെ അടുത്തൊക്കെ പറയലുണ്ടായിരുന്നു ഇങ്ങനെ ചെയ്യുന്നുണ്ട്? എന്തെങ്കിലും പറഞ്ഞാൽ ഈ ഗെയിം കളിക്കലല്ലേ എന്നുള്ളൊരു ചോദ്യം അപ്പം വരും. അതുകൊണ്ടാണെന്നും പറയാൻ. വെറും പുച്ഛമായിരുന്നല്ലേ? വെറും പുച്ഛായിരുന്നു. സർപ്രൈസ്ഡായി. ഇന്നെക്കാട്ടും സന്തോഷം ഉണ്ടായി. എനിക്ക് വലിയ ഹാപ്പി ഒന്നുമില്ലായിരുന്നു കിട്ടിയപ്പോൾ, പക്ഷെ വലുക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. വളരെ സന്തോഷം. കാരണം ഒരുപാട് ആൾക്കാർ വിളിച്ച് അഭിനന്ദിക്കുന്നുണ്ട്. നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നതിലുള്ള ആൾക്കാരാണ് മോനെ വിളിക്കുന്നത്. അത് തുടർന്നുള്ള വിദ്യാഭ്യാസം വരെ ഓരോരുത്തർ നമുക്ക് ഓഫർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഭയങ്കര സന്തോഷം, നമുക്ക് അത്ഭുതമാണ് കൂട്ടത്തിൽ. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഒരിക്കലും അങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ല. അങ്ങനെ ഒരു ഇത്ര ചെറിയ കുട്ടി, 13 വയസ്സായ കുട്ടി ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ ഫസ്റ്റ് ഒരു 7 ലക്ഷം കിട്ടാണ്ട് പറഞ്ഞപ്പോൾ ഒരു ഷോപ്പിലായി. എന്നിട്ട് ഉമ്മ കളിയാക്കാൻ തുടങ്ങി. ഒരു 5 മിനിറ്റ് കളിയാക്കിയപ്പോൾ ഞാൻ പറഞ്ഞ് ഞാൻ കാണിച്ചു തരാൻ പറഞ്ഞിട്ട് പിന്നെ ഞാനത് സബ്മിറ്റ് ചെയ്തതിൻ്റെ ശേഷം ഇൻ്റർവ്യൂ ഞാൻ സ്വന്തമാണ് അവിടെ ഇരുന്ന് ഇൻ്റർവ്യൂ ഒക്കെ എടുത്തത്. ഒരു ഗ്രാൻഡ് കിട്ടുമെന്ന് എന്നോട് പറഞ്ഞത് പറഞ്ഞല്ലോ. അപ്പം ഞാൻ കളിയാക്കി, എനിക്കോ ഗ്രാൻഡോ എവിടുന്നെന്ന് വെച്ച് കളിയാക്കിയത്. ഭാവിയിലെ കാര്യങ്ങൾ എങ്ങനെ പോകണമെന്നാണ്, അല്ലെങ്കിൽ പഠനവുമായിട്ട് മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്? ഫസ്റ്റ് എന്തായാലും ഡിപ്ലോമ വേണം എവിടെ നിന്നാണെങ്കിലും. പിന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലുള്ള പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റി ഉണ്ട്, അവിടെയാണ് ഐൻസ്റ്റൈനൊക്കെ പഠിപ്പിച്ചത്. അവിടെ പോയി പഠിക്കാനാണ് ആഗ്രഹം. സയൻറ്റിസ്റ്റ് ആവണം എന്നുള്ളതൊക്കെ ആഗ്രഹം മനസ്സിൽ വന്നു? മനസ്സിൽ വരികയും ചെയ്തു. അപ്പോൾ ഇനി അധികം ചെയ്യാനില്ല, ഇനി പഠിക്കാൻ മാത്രമേ ഉള്ളൂ. പഠിച്ചാൽ എന്തായാലും എവിടെയെങ്കിലും എത്തും. ആൽബർട്ട് ഐൻസ്റ്റീനെ പോലെ ഒരു ശാസ്ത്രജ്ഞനാവണമെന്നുള്ളതാണ് ഹേബേലിൻ്റെ ആഗ്രഹം. ഈ ചെറിയ പ്രായത്തിനുള്ളിൽ ഭൗതിക ശാസ്ത്രത്തിൽ അവൻ അവൻ്റെ സംഭാവന നൽകി കഴിഞ്ഞു. മനോജ് പയ്യന്നൂരിനൊപ്പം അഞ്ജന സുകുമാരൻ, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.
അഞ്ജന സുകുമാരൻ ചേരുന്നുണ്ട് തത്സമയം. അഞ്ജന, മിടുക്കൻ എന്നല്ല മിടുക്കൻ എന്ന് തന്നെ വേണം പറയാൻ. ഇത്ര ചെറുപ്പത്തിൽ തന്നെ എന്തോരം പ്രശ്നങ്ങളെ അതിജീവിച്ചിട്ടുണ്ട്. 2ാം ക്ലാസ്സിൽ വെച്ച് മറ്റ് പല കാരണങ്ങൾ കൊണ്ടും സ്കൂളിൽ പോകാൻ കഴിഞ്ഞില്ല. അതിന് എത്രയോ മുൻപ് പഠന വൈകല്യമുണ്ട് എന്ന് വീട്ടുകാർ സംശയിച്ചു. അതിനുവേണ്ട ചികിത്സ നൽകി. പക്ഷേ അതിൽ നിന്നൊക്കെ അതിജീവിച്ച് സ്വന്തം വഴിവെട്ടി ഒടുവിലിതാ ഒരു മികച്ച നേട്ടം കൈവരിച്ചാണ് നിൽക്കുന്നത്. അതും ഈ ചെറിയ പ്രായത്തിൽ 13ാം വയസ്സിൽ എന്ന് തന്നെ എടുത്തു പറയണം. ഒരു അത്ഭുത ബാലനെ നമുക്ക് അക്ഷരം തെറ്റാതെ സംശയമില്ലാതെ വിശേഷിപ്പിക്കാം ഹേബലിനെ. ചെറിയ പ്രായത്തിൽ വലിയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു 13 വയസ്സുകാരൻ. അവൻ ഈ പ്രായത്തിൽ നേടിയെടുത്തത് അമേരിക്കയിലെ ജോർജ് മേഴ്സൺ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള സ്കോളർഷിപ്പാണ്. ചില്ലറ തുകയല്ല, അത് 10 ലക്ഷം രൂപ വരും. അവനെക്കുറിച്ച് പറയാനുള്ളത് ഒരു അത്ഭുത ബാലനാണ്. 13 വയസ്സിൽ അവൻ നേടിയെടുത്ത ഈ ഒരു പ്രബന്ധം, അത് വൈറ്റ് ഹോളിനെ കുറിച്ചായിരുന്നു അവൻ ആ പ്രബന്ധം അവതരിപ്പിച്ചത്. ഒരു 1.5 വർഷമായി ഈ ഫിസിക്സിന്റെ ലോകത്തായിരുന്നു അവൻ. അവനെക്കുറിച്ച് പറയാൻ പ്രത്യേകതകളേറെയുണ്ട്. 2ാം ക്ലാസ് വരെയാണ് അവൻ സ്കൂളിൽ പോയിട്ടുള്ളൂ. സ്കൂളിൽ പോയിരുന്ന് പഠിക്കാറൊന്നുമില്ല. എക്സാം എഴുതാൻ, പരീക്ഷ എഴുതാൻ വേണ്ടി മാത്രമാണ് സ്കൂളിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് തന്നെ അവൻ്റെ മാതാപിതാക്കളൊക്കെ അവനെപ്പറ്റി വലിയ ആശങ്കയിലായിരുന്നു. അവന് പഠന വൈകല്യമുണ്ട്, പഠിക്കാനുള്ള കഴിവില്ല എന്നൊക്കെ ഒരുപാട് പേർ അവനെ പഠിപ്പിച്ച ടീച്ചേഴ്സ് ഉൾപ്പെടെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് കൗൺസിലിംഗ് ഒക്കെ കൊടുത്തു. അങ്ങനെ ഒരുപാട് കാലം അങ്ങനെ പോയിരുന്നൊരു കുട്ടിയാണ്. അവനാണിപ്പോൾ അങ്ങ് അമേരിക്കയിലുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഇത്ര വലിയ തുകയുടെ ഒരു സ്കോളർഷിപ്പ് ഒക്കെ നേടിയിരിക്കുന്നത്. അവൻ എന്താണ് വേണ്ടത്, അവൻ എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ അവന് നേരത്തെ തന്നെ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവൻ ഇത്ര വലിയൊരു നേട്ടത്തിലേക്ക് എത്തുമ്പോൾ അവനത് അത്ഭുതമില്ല, അവൻ്റെ മാതാപിതാക്കളാണ് ഞെട്ടിയിരിക്കുന്നത്. അല്ലെങ്കിൽ അവനെ അത്രയും അടുത്തറിയാത്ത ഒരുപാട് പേരാണ് ഈ ഒരു വാർത്ത കേൾക്കും വേറെ ഞെട്ടിയിരിക്കുന്നത്. അവൻ തന്നെ പറയുന്നുണ്ട്, എനിക്ക് അത്ഭുതമൊന്നും ഉണ്ടായിരുന്നില്ല, എനിക്ക് ഉറപ്പായിരുന്നു ഈ ഒരു സ്കോളർഷിപ്പ് കിട്ടുന്നുള്ളത്. എന്നെ ഒരുപാട് പേര് പുച്ഛിച്ചു, അച്ഛനും അമ്മയും ഒക്കെ, അവർക്കൊന്നും അറിയില്ലായിരുന്നു ഞാനിങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. ഇത് കേട്ടപ്പോൾ അവർ ഒരുപാട് അമ്പരന്നു, അതിശയിച്ചു എന്നൊക്കെ അവൻ പറയുന്നുണ്ട്. അവൻ സ്വന്തം നിലയിലാണ് ഇത്രയും പഠിച്ച് ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത്. അവന് ടീച്ചേഴ്സോ അല്ലെങ്കിൽ അവനെ അത്തരത്തിൽ വളർത്തിയെടുക്കാനുള്ള, പാകപ്പെടുത്തിയെടുക്കാൻ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അവൻ നെറ്റ് നോക്കി റെഫർ ചെയ്ത്, PDF റെഫർ ചെയ്ത്, അങ്ങനെയാണ് സംശയം വരുമ്പോൾ അവൻ എന്നോട് ചോദിക്കും. അങ്ങനെയാണ് അവൻ ഇത്രയും നേട്ടം കൈവരിച്ചത് പഠിച്ചുകൊണ്ടൊക്കെ. അപ്പോൾ ഏതായാലും നമ്മുടെ മക്കൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവരെ മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അവരവരുടെ ഇഷ്ടം കണ്ടെത്തി അതിനുവേണ്ടി തയ്യാറെടുക്കട്ടെ. ഹേബലിനൊപ്പം തന്നെയുണ്ട്. ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തണം എന്നുള്ളതാണ് ഹേബലിന്റെ ആഗ്രഹം. അതെന്തായാലും നടക്കട്ടെ. ആ റിപ്പോർട്ടിന്റെ അവസാനം ഹേബൽ പറയുന്നുണ്ട്, നമുക്ക് പഠിക്കണം, പഠിച്ചു കഴിഞ്ഞാൽ എവിടെയും എത്താൻ പറ്റും എന്നുള്ളതാണ്. ആ ഒരു ആത്മവിശ്വാസം ഹേബലിനുണ്ട്. ഐൻസ്റ്റീനെ പോലെയൊക്കെ ലോകം അറിയപ്പെടുന്ന, ഇനിയും ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാൻ കഴിയുന്ന ഒരാളായി മാറണം എന്നുള്ളതാണ് ഹേബലിന്റെ ആഗ്രഹം. ആഗ്രഹങ്ങളൊക്കെ സാധിക്കട്ടെ. ഇനിയും ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാൻ കഴിയട്ടെ.